TuneSouthIndia.com. Meow, meow, meow. Mannu meow, meow. Timmadan tiyarikka. Ginger cat vannida. Ammithathenniyum tulli kudichumme. Ginger സാമ്രാജ്യം പണിന്നിവൻ. വിഷ വീരപ്പിച്ചും വാശി കനപ്പിച്ചും ഉഷിരോടെ വരവാണിവൻ. ഒരു സിംഹമായി തോന്നിയിടും നല്ല കരുത്തുള്ളാനയെ പോൽ വാഴും. ജിഞ്ചു കിങ്കായി മാറിയിടും. പ്രശ്നങ്ങൾ എന്തെല്ലാം വന്നാലും ജിഞ്ചു വന്നെത്തിടും. കാമലിടും ഒരു നായകൻ പോലവേ വരുമെന്നും ധീരധീരനായി പോരാടുമേ. ജിഞ്ചു കാറ്റ്സിൽ ഇതുവരെ എത്ര കഠിനമായിട്ട് ശ്രമിച്ചിട്ടും എനിക്ക് പവർ ഓഫ് ഹാർമണി ആവാഹിക്കാൻ കഴിഞ്ഞില്ല. ഒരു ദിവസം വീടിന്റെ മുകളിലിരുന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരു വിചിത്രനായ എലിയെ ഞാൻ കണ്ടു. അവന്റെ പുറകെ ഞാൻ ഓടി. പക്ഷെ ഞാനും ആ എലി ചിലന്തി രാജാവിന്റെ വലയിൽ കുടുങ്ങിപ്പോയി. ചിലന്തി രാജാവ് ഞങ്ങളെ തിന്നാൻ വന്നപ്പോ ഞാൻ എങ്ങനെയോ പവർ ഓഫ് ഹാർമണി ആവാഹിച്ചു. ഹാർമണി ഉപയോഗിച്ച് ഞാൻ ചിലന്തി രാജാവിനോട് ഞങ്ങളെ വെറുതെ വിടാൻ പറഞ്ഞു. എന്നിട്ട് സ്ക്യൂക്കിയും ഞാനും ചങ്ക് ഫ്രണ്ട്സായി. പർവ്വതത്തിന്റെ ഗാർഡിയൻസ് ഭാഗം 1. TuneSouthIndia.com. ഇവൻ ഈ സമയത്ത് എന്താണ് ഈ ചെയ്യുന്നത്? അതിരാവിലെ ഇങ്ങനെ ഗോങ് അടിക്കരുത്. വികൃതി പയ്യൻ. ആഹാ, ട്രൂ ഫോമിൽ ഇത്തരം ബഹളങ്ങൾ കേട്ടിട്ട് കുറെ നാളായി. നിങ്ങൾ അവനെ ഇങ്ങനെ വഷളാക്കല്ലേ. നന്നായി പെരുമാറൂ. കസേരകളെല്ലാം അടുക്കി വെക്കൂ. ഒരു മിനിറ്റ്, എനിക്കൊരു കാര്യം അനൗൺസ് ചെയ്യാനുണ്ട്. എനിക്ക് ഹാർമണി കിട്ടിയേ. എന്താ പറഞ്ഞേ? നിനക്കൊരു കുട്ടിയുണ്ടെന്നോ? ഇതൊക്കെ ഇവന്റെ സൂത്രങ്ങളാ. നീ ആൺകുട്ടിയല്ലേ, എങ്ങനെ കുട്ടിയുണ്ടാവും? ഞാൻ കുട്ടിയെന്നല്ല കിട്ടിയെന്നാ പറഞ്ഞേ. ചെവി കേട്ടൂടെ? ഇത് തന്നെയല്ലേ നീ കഴിഞ്ഞ 3 ദിവസമായി പറയുന്നത്? ആർക്കും ഹാർമണി അത്ര എളുപ്പത്തിൽ കിട്ടില്ല. ഞാൻ കള്ളം പറയൂല. അത് സത്യമാണെങ്കിൽ നിന്റെ ഹാർമണി പാറ്റേൺ എവിടെ? പിടിച്ചോ. എന്റെ ഹാർമണി ഞാൻ പുറത്തെടുക്കാൻ പോവാണ്. ഇപ്പൊ വരും. അതെപ്പോ വേണമെങ്കിലും വരും. ഞാനൊന്ന് വെച്ചു. ഗ്രാൻഡിജിൻ എപ്പോഴും ജയിക്കാനാണ് കളിക്കുന്നത്. ഹാർമണി പുറത്തു വാ, പുറത്തു വാ. നാണം കെടുത്തല്ലേ. ഞാൻ വീണ്ടും ജയിച്ചു. പുറത്തു വാ ഹാർമണി. കൂൾ ബേബി കൂൾ. ഇത് കഴിക്കല്ലേ. എന്താ വരുന്നുണ്ടല്ലോ. ഇതാ ചുവപ്പ്. ഞാൻ ജയിച്ചേ. അതെ, നിങ്ങളെ നോക്കിക്കോ. എന്റെ ഹാർമണി ഇപ്പൊ പുറത്തു വരാ.
ഞാൻ തോറ്റതായിട്ട് പ്രഖ്യാപിക്കുക. ഇതിലിപ്പോ എന്താ പ്രശ്നം? എനിക്ക് നാറ്റമൊന്നും തോന്നുന്നില്ലല്ലോ. ഗ്രാനി വിശ്വസിക്കുന്നില്ലേ? എനിക്ക് ശരിക്കും പവർ ഓഫ് ഹാർമണി കിട്ടിയായിരുന്നു, സത്യം. ഗ്രാനി ഗ്രാനി എന്താ പറ്റിയേ? ഗ്രാനി എണീക്ക്, എണീക്ക്. ഗ്രാനി ഇപ്പൊ വലിയ നാറ്റൊന്നുമില്ലല്ലോ. മുൻകരുതൽ എടുക്കുന്നതല്ലേ നല്ലത്. സോറി ഗ്രാനി. എന്ത്, ഇന്ന് ഉച്ചയ്ക്ക് ഡംപ്ലിങ്സ് ആണോ? നീ എന്തെങ്കിലും കേൾക്കുന്നുണ്ടോ? എന്തോ കുലുങ്ങുന്നുണ്ട്. നിന്നെ പോലെ തന്നെ. പാത്രത്തിൽ കുറച്ച് വിനാഗിരി ഉള്ളുവെങ്കിൽ അത് കൂടുതൽ ശബ്ദം ഉണ്ടാക്കും. നിനക്ക് പഠിക്കാൻ കുറെ ഉണ്ട്. നീ പൊങ്ങച്ചം പറഞ്ഞ സമയം കളയാ. അത് ഈ കുപ്പിയിലുള്ള വിനാഗിരി പോലെ തന്നെയല്ലേ? പൊങ്ങച്ചക്കാർക്ക് പറഞ്ഞിട്ടുള്ളതല്ല യഥാർത്ഥ കുങ്ഫു. നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? എനിക്ക് മനസ്സിലായി ഗ്രാനി. ഹാർമണിയെ കുറിച്ചും മറക്കൂ. ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യൂ. നീ ചെന്ന് കുറച്ച് അടുക്കള സാധനങ്ങൾ വാങ്ങിക്ക്. ശരി ഗ്രാനി. ഗ്രാനി, പക്ഷെ ഞാൻ കഴിഞ്ഞ ദിവസം എന്റെ ഹാർമണി കണ്ടതാണ്. ഞാൻ നിന്നെ വിശ്വസിക്കുന്നു. അവന് പവർ ഓഫ് ഹാർമണി ലഭിച്ചെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഈ കുട്ടി അവനൊരു പ്രതിഭാശാലിയാണെന്നാണോ പറഞ്ഞു വരുന്നത്? അവന്റെ ഗ്യാസിന് നല്ല നാറ്റമാണ്. നിർത്താമോ? ഇപ്പോൾ കുറച്ച് വില കുറച്ച് തന്നാൽ അടുത്ത പ്രാവശ്യം ഞാൻ ഇവിടെ തന്നെ വരാം. ചിഞ്ചു കാറ്റിന് എന്തെങ്കിലുമൊക്കെ ഡിസ്കൗണ്ട് കൊടുക്ക്. എന്ത് ചിഞ്ചു കാറ്റ്സോ? ക്ലാങ്ക് ടൗണിനെ രക്ഷിച്ച ചിഞ്ചു കാറ്റ്സ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുത്തോളൂ. നിങ്ങൾ പൈസ ഒന്നും തരണ്ട. എനിക്കറിയാം മഹാന്മാരായ രഹസ്യ സ്വഭാവമുള്ള ദിഞ്ചു കാറ്റ്സ്. ജിഞ്ചു കാറ്റ്സ് ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ ലിൽപായിപ്പ് എന്ത് ചെയ്യുന്നുണ്ടാവും? കുറെ നാളായി അവന്റെ വിവരമൊന്നും ഇല്ലല്ലോ. ചിലപ്പോൾ അവനൊരു മാസ്റ്റർ ആയിട്ടുണ്ടാവും. നീ എന്താണ് ചെയ്തത്? ലിൽപായിക്ക് കുങ്ഫു അറിയാന്ന് പരീക്ഷിച്ചു നോക്കിയതാ. കുങ്ഫു അത്ര എളുപ്പമൊന്നുമല്ല. അവൻ പഠിച്ചു വരുന്നതേ ഉള്ളൂ. വൈകാതെ പഠിക്കും. സോറി, നീ ഒന്നും പഠിച്ചില്ല എന്ന് എനിക്ക് അറിയില്ലായിരുന്നു. എനിക്ക് എല്ലാം അറിയാം. ഹാർമണിയൊക്കെ എനിക്ക് പണ്ടേ കിട്ടിയതാ. സത്യം പറഞ്ഞാ ഞാനെല്ലാം പഠിച്ചു വരുന്നേ ഉള്ളൂ. വിഷമിക്കണ്ട, അത് ഒറ്റ രാത്രി കൊണ്ട് പഠിക്കാൻ അത്ര എളുപ്പമൊന്നും അല്ലല്ലോ. ശരിയാ, ഒറ്റ രാത്രി കൊണ്ട് തടിയനാവാൻ പറ്റില്ല എന്ന പോലെ. എനിക്കൊരു കുഴപ്പമില്ല. പഴശ്ശിയുടെ യുദ്ധം കാണാനിരിക്കുന്നേ ഉള്ളൂ. എന്താ ഒരു ബഹളം? അയ്യോ, എന്താ ഇനി ഈ വെള്ളം കുടിക്കാൻ പറ്റില്ല, നാറുന്നു. ഇതിന്റെ ഉറവയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ അറിഞ്ഞില്ലേ, ഈ വെള്ളം വരുന്ന ബാപർവ്വതത്തിൽ രാക്ഷസന്മാരുണ്ടത്രേ. രാക്ഷസന്മാരോ? പേടിയാവുന്നു. ഈ കിണർ കേയോസ് നിറഞ്ഞ് മലിനമായെന്നാ തോന്നുന്നത്. എത്രയും പെട്ടെന്ന് മാസ്റ്ററെ അറിയിക്കണം. എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കൂ. ഈ കിണറിലെ വെള്ളം കുടിച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് രോഗങ്ങൾ വന്നേക്കാം. ഈ കിണറിൽ നിന്നും വെള്ളം എടുക്കരുത്. ഇത്ര പെട്ടെന്നോ? ലിൽപായി അവിടെ പോയി. ലിൽപായ്, ലിൽപായ്, ഞാൻ ബാപർവ്വതം വരെ പോയിട്ട് വരാം. നിങ്ങൾ വിട്ടോ? നിൽക്കൂ. നീ തനിച്ചവിടെ പോകുന്നത് അപകടമാണ്. നിൽക്ക്. നിങ്ങൾ എന്റെ സാധനങ്ങളും സൂക്ഷിച്ചോളണം. ഞാനിപ്പോ വരാം. വിഷമിക്കേണ്ട, ഇത് ഞങ്ങൾ നോക്കിക്കൊള്ളാം. ആരെയും കിണറ്റിന്റെ അടുത്തേക്ക് വിടണ്ട. ശരി. ഒരു ചിഞ്ചു കാറ്റ് നമ്മളെ ദൗത്യം ഏൽപ്പിച്ചിരിക്കുന്നു. സഹിക്കാൻ വയ്യ. ലിൽപായ്, ഇതൊന്ന് നോക്ക്.
ആ കിണറ്റിലെ വെള്ളം പോലെ ഉണ്ടല്ലേ. ഇത് കേയോസാണ്. ഇതെങ്ങനെയാ സംഭവിച്ചേ? ഞാൻ മാജിക് ഗോങ്ങിൽ അടിച്ചപ്പോ കേയോസ് എല്ലാം പോയതല്ലേ? എനിക്കറിയില്ല. ചിലപ്പോൾ കേയോസ് വെള്ളത്തിൽ അലിഞ്ഞു ചേർന്നതുകൊണ്ട് മാജിക് ഗോങ്ങിന്റെ ശുദ്ധീകരണത്തിൽ നിന്നും രക്ഷപ്പെട്ടിട്ടുണ്ടാവും. കുറച്ചുകൂടി മുകളിലേക്ക് പോയി പരിശോധിക്കണം. വാ. ഇതൊക്കെ രാക്ഷസന്മാരുടെ പണിയായിരിക്കും. പതുക്കെ പോകൂ, ഞാനും വരട്ടെ. ഈ വെള്ളത്തിലൊക്കെ കേയോസ് ആണല്ലോ. ഇതൊക്കെ എങ്ങനെയാ സംഭവിച്ചത്? ഇതെന്താണ്? നിനക്ക് ഹാർമണി ഇല്ലല്ലോ, നീ കേയോസിൽ തൊടണ്ട. എത്ര പ്രാവശ്യം പറഞ്ഞതാ എനിക്ക് ഹാർമണി കിട്ടിയെന്ന്. ലിൽപായ്, അങ്ങോട്ട് നോക്ക്. ഞാൻ നിന്നെ പിടിക്കാം. സോറി, എന്റെ കാല് തെന്നിപ്പോയി. ജിൻജു കാറ്റ്സിൽ ഇനി വരുന്നു. ഞാൻ വിചാരിച്ച പോലൊന്നുമല്ല. സാഡ് ഭയങ്കര ശക്തിമാനാ. ഞാൻ ഞെട്ടിപ്പോയി. ലിൽപായ്, ഓടിക്കോ. ഇവൻ മറ്റ് രാക്ഷസന്മാരെക്കാൾ കരുത്തനാണ്. ഞാൻ എന്റെ ചങ്കിനെ ഒരിക്കലും കൈവിടില്ല. പവർ ഓഫ് ഹാർമണി, എന്റെ അടുത്ത് വാ. കഥ തുടരും. ബാ പർവ്വതത്തിന്റെ ഗാർഡിയൻസ് ഭാഗം 2.